ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണാട്ടുകരയുടെ പ്രധാന വിഭവമായ മുതിരയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഞാൻ മുതിരക്കൂട്ടം വെക്കുന്ന രീതിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ എങ്ങനെയാണോ മുതിര കൂട്ടാൻ വെക്കുന്നത് ഈ രീതിയിലാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും അപേക്ഷിക്കുന്നു. അപ്പോൾ മുതിരയുടെ വിഭവത്തെക്കുറിച്ച് മുതിര എങ്ങനെയാണ് ഞാൻ കൂട്ടാൻ വെക്കുന്നതെന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ മുതിരയുടെ ഒരു ഏതാനും ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് പ്രോസസ്സിങ്ങിൻ്റെ. ഇതൊരു നമ്മുടെ ബീൻസൊക്കെ പോലെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഇതിൽ നിന്നാണ് മുതിര എടുക്കുന്നത്. അപ്പോൾ അത് ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഷോർട്സാണ് ഞാനിതിൽ ഫോട്ടോസാണ് ഇവിടെ ഇടുന്നത്. അതിൻ്റെ പ്രോസസ്സിങ്. അപ്പോൾ ധാരാളം അഴുക്കുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കൈ കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് മെഷീനറി വെച്ച് ഒരുപാട് ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് അവർ നമുക്ക് തരുന്നതെങ്കിലും നമ്മൾ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ മുതിര എടുക്കാവൂ. മുതിര ആദ്യം കല്ലുണ്ടോ എന്നൊക്കെ നന്നായിട്ട് നോക്കണം. എത്ര ഫ്രഷ് ആണെന്ന് കണ്ടാലും അതിൽ കല്ല് കാണും, ഉറപ്പായിട്ടും കല്ലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മുറത്തിലോ പ്ലേറ്റിലോ സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് നോക്കി, പിന്നെ അതേപോലെ തന്നെ ഇടഞ്ഞെടുക്കാൻ അറിയാവുന്ന, അതുകൊണ്ട് ഈ വെള്ളത്തിലിട്ട് ഇടഞ്ഞെടുക്കാൻ അറിയാവുന്നവർ അങ്ങനെ എടുക്കാം. അപ്പോൾ ആദ്യം മുതിര വറക്കണം. അതിൻ്റെ ഒരു മുതിര വറുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ വറക്കാതെ ഉപയോഗിക്കുന്നവരുണ്ട്. രണ്ട് രീതിയിലും മുതിര വെക്കുന്നവരുണ്ട്. മഴക്കാലത്ത് കൂടുതൽ മുതിര ഉപയോഗിക്കുന്ന ചൂട് ശരീരത്തിൽ നിലനിർത്താനായിട്ട് മുതിര കഴിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വറുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആകുമ്പോൾ കുറച്ചും കൂടെ മണവും സ്വാദും ഉണ്ടാവും. അപ്പോൾ ഈ മുതിരയുടെ വിഭവം എനിക്ക് ഒരുപാട് ഇഷ്ടം. മുതിരച്ചാറ് കറി എനിക്കിഷ്ടമാണ്. അപ്പം മുതിരയും കൂട്ടാൻ വെച്ചാൽ കഞ്ഞിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പം മുതിര വറുത്തിട്ടുണ്ട്. ഇപ്പം വറുത്തതിന് ശേഷം ഞാനത് വെള്ളം ഒഴിച്ച് 3-4 വെള്ളത്തിൽ കഴുകണം. കഴുകിയിട്ട് നന്നായിട്ട് ഞെവിടെ അതിൻ്റെ അഴുക്കുകളെല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷമാണ് ഇളഞ്ഞെടുക്കുന്നത്. മേളിൽ നിന്ന് പതുക്കെ അത് അനക്കി അത്. അപ്പോൾ അടിയിൽ അതിൻ്റെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കിടന്നോളും. അങ്ങനെ അത് മൊത്തം ഞാൻ ഇടഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഈ സമയത്ത് ഞാൻ എടുക്കുന്നില്ല. അരപ്പിൻ്റെ കൂടെ ഇതിനകത്ത് ഉപ്പും ഇട്ടിട്ട് നമ്മളൊരു 4-5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ മുതിരയ്ക്ക് നല്ല വേവുള്ള മുതിരയായിരുന്നു. അപ്പോൾ ഒരു 4-5 വിസിലോളം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങായും അതുപോലെ തന്നെ ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. കുരുമുളക് പൊടിയുണ്ട്, 2 സ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. വലിയ എരി ഉണ്ടാകത്തില്ല, ഇതിന് വലിയ എരിയില്ലാത്ത കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഇട്ടത്. ജീരകം ഇട്ടിട്ടുണ്ട്. ഇതിൽ പിന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ട്. അത് ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. വെളുത്തുള്ളി ചേർത്തിട്ടില്ല. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ജീരകവും കുരുമുളക് പൊടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൽ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം കടുക് പൊട്ടിച്ച് സാധാരണ പോലെ തന്നെ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടും അരപ്പ് അങ്ങോട്ടിട്ട് ഇളക്കിയതിന് ശേഷം മുതിര അതിനകത്തോട്ട് ഒഴിച്ച് നന്നായി തത്തിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചത് നന്നായിട്ടൊന്ന് ആവിയിൽ ഈ അരപ്പും മുതിരയെല്ലാം കൂടെ ഒന്ന് യോജിച്ച് ഒന്ന് വരുന്ന ഒരു 5 മിനിറ്റോളം നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ച് ചെറു തീയിൽ വെക്കുക. വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണ് എനിക്കിഷ്ടം.
പക്ഷേ ഇങ്ങനെ കുഴഞ്ഞിരുന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നൊന്ന് തൊടാതെ തന്നെ മുതിര നല്ല രീതിയിൽ കിട്ടും. വെള്ളം അതിലേക്ക് തന്നെ ആയിക്കോളും. പിന്നെ നന്നായി തോന്ന് കിട്ടേണ്ടവർ ഒന്നുകൂടെ ചെറു തീയിലിട്ട് നന്നായി ചിക്കി തൂത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കമൻറ്റിൽ പറഞ്ഞു തരണേ. ഈ രീതിയിലല്ല മറ്റേതെങ്കിലും രീതിയിലാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ താങ്ക്സ് ഓഫ് വാച്ചിങ്. അപ്പോൾ ഇത് മീഷോയിൽ നിന്ന് കിട്ടിയൊരു 120 രൂപയുടെ ഒരു സാധനമാണ്. ഞാനൊരു ബോക്സ് പോലെ വാങ്ങിച്ചത്. അപ്പം ഞാൻ ആ സമയത്ത് അത് വന്നപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ താങ്ക്സ് ഓഫ് വാച്ചിങ്.